ഒരു ക്ഷേത്രത്തിനടുത്തായി എല്ലാ രാത്രികളിലും ഒരു പ്രേതം ഇരിക്കുമായിരുന്നു. ദ്രവിച്ചു ചീഞ്ഞു പോകാൻ പറ്റാത്ത ഉണങ്ങിയ ഒരു ശവമായിരുന്നു ആ പ്രേതം. ഒരു ദിവസം രാത്രിയിൽ തൊട്ടടുത്തുള്ള കൃഷിയിടത്തിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന 3 തയ്യൽക്കാർ തമാശകൾ പറഞ്ഞ് രസിക്കുന്നതിനിടയ്ക്ക് അവിടെ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടിയെ വിളിച്ചു. അവൾ സമർത്ഥയായിരുന്നു, ധൈര്യശാലിയും. ആ തയ്യൽക്കാർ ക്ഷേത്രത്തിനടുത്തു ചെന്ന് ആ പ്രേതത്തെ കൊണ്ടുവരുന്നതിന് എന്തു നൽകണം എന്ന് ഒരു രസത്തിനായി ആ പെൺകുട്ടിയോട് ചോദിച്ചു. ആ ജോലി ചെയ്യാമെന്നേറ്റിട്ട് ആ പെൺകുട്ടി പ്രതിഫലമായി വീട്ടിൽ പിരിച്ചെടുത്ത കമ്പിളി നൂലുകൊണ്ട് ഉണ്ടാക്കിയ ഒരു നല്ല ഉടുപ്പ് ആവശ്യപ്പെട്ടു. ആ പെൺകുട്ടി ആ പണി ചെയ്യാനുള്ള ധൈര്യം കാണിക്കും എന്ന് അവരൊട്ടും പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ട് അവർ പ്രതിഫലം നൽകാമെന്നും സമ്മതിച്ചു. തയ്യൽക്കാർ നൽകിയ ഉറപ്പ് വിശ്വസനീയമാണെന്ന് കരുതിക്കൊണ്ട് ആ പെൺകുട്ടി ഉടനെ തന്നെ ക്ഷേത്രത്തിനടുത്തേക്ക് പോയി. അവിടെ ചെന്ന് ആ പ്രേതത്തെ പൊക്കിയെടുത്ത് തോളിലേറ്റി അവൾ വീട്ടിലേക്ക് മടങ്ങി. എന്നിട്ട് ആ പ്രേതത്തെ തയ്യൽക്കാരുടെ അടുത്തുണ്ടായിരുന്ന ബെഞ്ചിൽ തന്നെ സ്ഥാപിച്ചു. അവർ ഭീരുക്കളെ പോലെ പിന്നോട്ടു നീങ്ങി. എന്നാൽ പ്രേതം അവരുടെ പിന്നാലെ നീങ്ങുകയാണ് ചെയ്തത്. പ്രേതത്തിൻ്റെ വലിയ ഉരുണ്ട കണ്ണുകൾ കണ്ടപ്പോൾ ആ തയ്യൽക്കാർ തികച്ചും പരിഭ്രാന്തരായി. പേടിയോടുകൂടി ആ പ്രേതത്തിനെ എവിടേക്കെങ്കിലും മാറ്റണം എന്നും അവരെ രക്ഷിക്കണമെന്നും ആ തയ്യൽക്കാർ പെൺകുട്ടിയോട് അപേക്ഷിച്ചു. ആ വൃത്തികെട്ട പ്രേതത്തെ തൂക്കിയെടുത്ത് തിരികെ സ്ഥാപിച്ചാൽ മറ്റൊരു ജോഡി ഉടുപ്പും കൂടി നൽകാം എന്ന് അവർ സമ്മതിച്ചു. രണ്ടാമതൊരു വട്ടം അവർക്ക് അപേക്ഷിക്കേണ്ടി വന്നില്ല. പെൺകുട്ടി ഉത്സാഹത്തോടെ ആ പ്രേതത്തെ പൊക്കിയെടുത്ത് തിരിച്ചു കൊണ്ടുപോയി സ്ഥാപിച്ചു. പ്രേതത്തെ അതിൻ്റെ പഴയ സ്ഥാനത്ത് സ്ഥാപിക്കാൻ ശ്രമിച്ചപ്പോൾ പ്രേതം പെൺകുട്ടിയെ മുറുകെ പിടിച്ചു. അവളുടെ കഴുത്തിൽ പിടി അമർത്തിയിട്ട് അവളോട് പോകരുതേ എന്ന് ആ പ്രേതം അപേക്ഷിച്ചു. പലവട്ടം ആ പെൺകുട്ടി പ്രേതത്തിനോട് അപേക്ഷിച്ചു, എന്നെ വിടൂ, എനിക്ക് പോകണം. എന്നാൽ പ്രേതം പിടിവിട്ടില്ല. ഒടുവിൽ ആ പ്രേതം പറഞ്ഞു, നീ എനിക്ക് ഒരു വാക്കു നൽകണം. ഇന്ന് രാത്രി തന്നെ നീ അടുത്തുള്ള കൊച്ചരുവിയുടെ അടുത്ത് ചെന്നിട്ട് 3 പ്രാവശ്യം ഇങ്ങനെ പറയണം, സുന്ദരിയായ വസുമതി ദേവി, നീ ആ പ്രേതത്തിന് മാപ്പ് നൽകാമോ? അങ്ങനെ നീ പ്രവർത്തിക്കാമെങ്കിൽ നിനക്ക് പോകാം. പെൺകുട്ടി അപ്പോൾ അതേപടി ചെയ്യാം എന്ന് പ്രേതത്തിന് വാക്കു നൽകി. ഉടൻ തന്നെ അത് അവളെ സ്വതന്ത്രയാക്കി. ആ കൊച്ചരുവി ഏതാണ്ട് 1 മൈൽ ദൂരത്തായിരുന്നു. എന്നാലും പെൺകുട്ടി അവിടേക്ക് നടന്നുപോയി. എന്നിട്ട് അവൾ അരുവിയുടെ കരയിൽ നിന്നുകൊണ്ട് ഉറക്കെ 3 വട്ടം ആ വാചകം പറഞ്ഞു, സുന്ദരിയായ വസുമതി ദേവി, നീ ആ പ്രേതത്തിന് മാപ്പു നൽകാമോ? 3 വട്ടം വിളിച്ചറിയിച്ചു കഴിഞ്ഞപ്പോൾ വെള്ളത്തിൽ നിന്നും ഒരു സ്ത്രീ ശബ്ദം ഉയർന്നു പൊങ്ങി, ഈശ്വരൻ അവന് മാപ്പു നൽകിയെങ്കിൽ ഈ ഞാനും അവന് മാപ്പു നൽകുന്നു. പെൺകുട്ടി തിരികെ ചെന്നപ്പോൾ ആകാംക്ഷയോടെ ആ പ്രേതം ചോദിച്ചു, അവൾ എന്താണ് പറഞ്ഞത്? ഈശ്വരൻ നിങ്ങൾക്ക് മാപ്പ് നൽകിയെങ്കിൽ അവരും മാപ്പ് നൽകി എന്ന് പറഞ്ഞു. പെൺകുട്ടി അറിയിച്ചു. അവൾക്ക് നന്ദി പറഞ്ഞിട്ട് ഇത്രയും കൂടി പ്രേതം പെൺകുട്ടിയെ അറിയിച്ചു, സൂര്യോദയത്തിന് മുമ്പ് നീ വീണ്ടും ഇവിടെ വരണം. നീ എനിക്കു ചെയ്തു തന്ന ഈ വലിയ ഉപകാരത്തിനുള്ള പ്രതിഫലം നിനക്ക് അപ്പോൾ ഞാൻ തരുന്നതായിരിക്കും. പെൺകുട്ടി സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് തന്നെ അവിടെ എത്തി. ആ പ്രേതം ഇരിക്കാറുള്ള സ്ഥാനത്ത് ഒരു വലിയ പാത്രം നിറയെ സ്വർണ്ണ നാണയങ്ങൾ. ആ സമ്മാനത്തിനോടൊപ്പം തയ്യൽക്കാർ ഉറപ്പു നൽകിയ 2 ഉടുപ്പുകളും അവൾക്ക് കിട്ടി. പക്ഷേ അന്നേ ദിവസത്തിന് ശേഷം ആ പ്രേതത്തെ പിന്നീട് ആരും കണ്ടിട്ടില്ല. മാപ്പർഹിക്കാത്ത കൊടും ക്രൂരതകൾ ചെയ്താൽ വൃത്തികെട്ട പ്രേതമായി മരണശേഷവും അലയേണ്ടി വരും. പ്രണവപ്രകാശത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബാണാദികൈരായുധ സാർവഭൗമൈർഭണ്ഡാസുരാനീകവനാന്തദാവൈ പ്രത്യഗ്രതേജോജ്വലിതാംബുരാശേ പ്രപാല്യമാനേ പരിതോ നമസ്തേ. ഭണ്ഡാസുരാനീകവനാന്തദാവൈ, ഭണ്ഡാസുരൻ്റെ സൈന്യങ്ങളായിട്ടുള്ള
വനങ്ങൾക്ക് അന്തം വരുത്തുന്ന കാട്ടുതീയായ ബാണാദികൈ, ബാണം തുടങ്ങിയ ആയുധ സാർവഭൗമൈ, ശ്രേഷ്ഠമായ ആയുധങ്ങളാൽ പ്രത്യഗ്രതേജോജ്വലിതാംബുരാശേ എന്ന് പറഞ്ഞാൽ പുതിയ തേജസ്സുകൊണ്ട് ജ്വലിപ്പിക്കപ്പെട്ട സമുദ്രങ്ങളോടു കൂടിയ അമ്മേ, പരിത ചുറ്റും. പ്രപാല്യമാനേ തേ നമ. പരിപാലിക്കപ്പെടുന്ന അമ്മേ, അവിടേക്ക് നമസ്കാരം. 4 വശത്തു നിന്നും വ്യാപിച്ചുകൊണ്ട് കാട്ടുതീ വനത്തെ പൂർണ്ണമായിട്ടും കത്തിച്ചു കളയുന്നത് പോലെ അമ്മയുടെ അമ്പ് തുടങ്ങിയ ആയുധങ്ങൾ ഭണ്ഡാസുരന്റെ സൈന്യത്തെ ഇല്ലാതാക്കി. അമ്മയുടെ ആയുധങ്ങൾ സാർവഭൗമങ്ങളാണ്. കാരണം അവിടുത്തെ ആയുധങ്ങൾ മറ്റു ദേവന്മാരുടെയും അസുരന്മാരുടെയും ഒക്കെ ആയുധങ്ങളെക്കാൾ ശ്രേഷ്ഠങ്ങളാണ്. അമ്മയുടെ ഈ ശ്രേഷ്ഠങ്ങളായ ആയുധങ്ങൾ കൊണ്ട് സമുദ്രങ്ങൾ പോലും കത്തിജ്വലിക്കും. അമ്മയുടെ ഈ ഉഗ്രമായ ആയുധങ്ങൾ ലളിതാ പരമേശ്വരി ദേവി അമ്മേ അവിടുത്തെ 4 വശത്തു നിന്നും സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. അപ്രകാരമുള്ള അമ്മേ ഭഗവതി ദേവി, അവിടേക്ക് നമസ്കാരം. ലളിതാ പരമേശ്വരി ദേവി തമസാകുന്ന അജ്ഞാനത്തെ, അതായത് അജ്ഞാനമാകുന്ന ഇരുട്ടിനെ നശിപ്പിക്കുന്നവളാണ്. അതുകൊണ്ട് അപ്രകാരം അർത്ഥം വരുന്ന തമോപഹ എന്ന നാമമന്ത്രം ലളിതാ സഹസ്രനാമത്തിൽ 361-ാമത്തേതായി നമുക്ക് വശിന്യാദി വാഗ്ദേവതകൾ സമ്മാനിക്കുന്നു. അജ്ഞാനമാകുന്ന അന്ധകാരത്തെ ജ്ഞാനമാകുന്ന ദീപത്താൽ നശിപ്പിക്കുന്നവൾ എന്നാണ് ഈ നാമമന്ത്രത്തിൻ്റെ അർത്ഥം. തമസ്സിനെ, അതായത് അജ്ഞാനമാകുന്ന ഇരുട്ടിനെ നശിപ്പിക്കുന്നവൾ. മിഥ്യയായ ജഗത്ത് സത്യമാണ് എന്നുള്ള തെറ്റായ ധാരണയാണ് തമസ്. അവിദ്യയെ ഉപാസിക്കുന്നവർ കണ്ണു കാണുവാൻ കഴിയാത്ത തമസിൽ പ്രവേശിക്കുന്നു. ജ്ഞാനം നേടുക എന്നുള്ളതാണ് മനുഷ്യൻ്റെ പരമമായ ധർമ്മം. തമോ ഗുണവും അതിൻ്റെ അനന്തരഫലങ്ങളും മനുഷ്യജീവിതത്തിൽ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ വളരെ ലളിതമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. തമസ്ത്വജ്ഞാനജം വിദ്ധി മോഹനം സർവദേഹിനാം പ്രമാദാലസ്യ നിദ്രാഭേസ്തന്നിബധ്നാതി ഭാരത. ഭാരത, ഭരതവംശത്തിൽ ജനിച്ച അല്ലയോ അർജുന, സർവദേഹിനാം എല്ലാ ജീവികൾക്കും മോഹനം, സത്യത്തെ പൂർണ്ണമായും മറച്ച് അസത്യജഡങ്ങളെ സത്യമാണ് എന്ന് കാട്ടി മോഹിപ്പിക്കുന്ന തമ തു, തമോ ഗുണം ആകട്ടെ, അജ്ഞാനജം വിദ്ധി, വസ്തുവിനെക്കുറിച്ചുള്ള അറിവില്ലായ്മയിൽ നിന്നും ഉണ്ടാകുന്നതാണ്. തത്, ആ തമോ ഗുണം, പ്രമാദാലസ്യ നിദ്രാഭി, ക്രമമായി ജഡത്വത്തിലേക്കുള്ള പതനം, അലസത, മനസ്സിൻ്റെ ലയരൂപമായി നിദ്ര എന്നിവ ഉണ്ടാക്കി, അതായത് പ്രമാദം, ആലസ്യം, നിദ്ര എന്നിവ കൊണ്ട് നിബദ്ധനാദി, ജീവനെ ശക്തിയായിട്ട് ബന്ധിക്കുന്നു. ഭരതവംശജനായ അല്ലയോ അർജുന, എല്ലാ ജീവികൾക്കും സത്യത്തെ പൂർണ്ണമായും മറച്ച് അസത്യജഡങ്ങളെ സത്യം എന്ന് കാട്ടി മോഹിപ്പിക്കുന്ന തമോ ഗുണം ആകട്ടെ, വസ്തുവിനെക്കുറിച്ചുള്ള അറിവില്ലായ്മയിൽ നിന്നും ഉണ്ടാകുന്നതാണ്. ആ തമോ ഗുണം ക്രമമായി ജഡത്വത്തിലേക്കുള്ള പതനം, അലസത, മനസ്സിൻ്റെ ലയരൂപമായ നിദ്ര എന്നിവ ഉണ്ടാക്കി ജീവനെ ശക്തിയായി ബന്ധിക്കുന്നു. അന്ധകരണത്തിൽ ഒരു ഗുണവും ശുദ്ധമായിട്ട് ഒരിക്കലും ഉണ്ടാവുകയില്ല. അതായത് സത്വഗുണപ്രധാനമായ അന്ധകരണത്തിൽ അല്പം രജോ ഗുണവും അല്പം തമോ ഗുണവും ഉണ്ടാകും. അതുപോലെയാണ് മറ്റു രണ്ടിലും ഉള്ളത്. രജോ ഗുണത്തിൽ അല്പം സത്വഗുണവും അല്പം തമോ ഗുണവും ഉണ്ടാകും. അതുപോലെ തമോ ഗുണത്തിൽ മറ്റ് 2 ഗുണങ്ങളും കുറേശ്ശെ ഉണ്ടാകും. സത്യത്തെ മറച്ച് അസത്യത്തെ സത്യം എന്ന് കാട്ടി മോഹിപ്പിക്കുന്നത് തമോ ഗുണം തന്നെയാണ്.
സത്വഗുണത്തിന് പ്രാധാന്യമുള്ള അന്ധക്കരണത്തിൽ അജ്ഞാനമാകുന്ന മറയുടെ കട്ടി വളരെ കുറവായിരിക്കും. എന്നാൽ രജോ ഗുണത്തിന് പ്രാധാന്യം കൂടുമ്പോൾ ഈ മറയ്ക്ക് കട്ടി കൂടുകയും ചെയ്യും. ഞാൻ ആരാണ് എന്നും പ്രപഞ്ചം എന്താണ് എന്നുമുള്ള ബോധം ഇല്ലായ്മയാണ് ഈ മറയെ സൃഷ്ടിക്കുന്നത്. ഇത് പൂർണ്ണമായി മാറിക്കഴിഞ്ഞാൽ മോക്ഷപ്രാപ്തിയായി. ഞാൻ എന്ന അഹന്താബോധം വേർതിരിഞ്ഞു നിൽക്കുന്നിടത്തോളം സത്വഗുണപ്രധാനമായ അന്ധക്കരണത്തിലും തമോമയമായ മറ ശേഷിക്കുന്നുണ്ടാവും. രജോ ഗുണവും കടന്ന് ഈ അജ്ഞാനമാകുന്ന മറയ്ക്ക് കട്ടി കൂടുന്നതോടെ ആത്മബോധമാകുന്ന സത്യത്തെ പൂർണ്ണമായിട്ടും മറയ്ക്കുകയും ജഡത്വത്തിലേക്ക് പെട്ടെന്ന് തന്നെ പതിക്കുകയും ചെയ്യുന്നു. ഇതാണ് പ്രമാദം. ഈ അവസ്ഥ ഇന്ന് വളരെയേറെ വർദ്ധിച്ചു വരികയാണ്, അപകടകരമായ രീതിയിൽ. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം കാമക്രോധാദി വികാരങ്ങൾക്കെല്ലാം കൂടുതലായിട്ട് വഴങ്ങിക്കൊടുക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ പതിക്കുന്ന മനസ്സ് ബുദ്ധിഭ്രമം, അലസത, നിദ്ര എന്നിവയ്ക്ക് വശംവദമാവുകയും ചെയ്യും. ഭൗതികതയുടെ അതിപ്രസരം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ആധുനിക സമൂഹത്തിൽ ഭൗതിക വിജ്ഞാനം നേടിയവരിൽ തന്നെ രജോ ഗുണത്തിൻ്റെയും തമോ ഗുണത്തിൻ്റെയും ശക്തിയായ പ്രവർത്തനം നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഭൗതികമായ സുഖഭോഗങ്ങൾക്കുള്ള അമിതമായ ആർത്തിയോടുകൂടി ജഡസാമഗ്രികളുടെ പിന്നാലെ പരക്കം പാഞ്ഞ് കർമ്മബദ്ധരാവുകയും രജോ ഗുണത്തിൽപ്പെട്ട് ഉഴലുകയും ചെയ്യുന്നു. എന്നാൽ അവിടെയും തൃപ്തി കാണാതെ ധാരാളം പേർ മദ്യപാനം കൊണ്ടും മയക്കുമരുന്നുകൾ കൊണ്ടും മനസ്സിനെ ലയിപ്പിക്കുകയും തമോ ഗുണത്തിൽ മുങ്ങിത്താഴുകയും ചെയ്യുന്നു. അതുകൊണ്ട് ബുദ്ധിഭ്രമം സംഭവിച്ചവരുടെ എണ്ണം നിരന്തരം കൂടി വരികയും ചെയ്യുന്നു. ഇതിന് ഒരേ ഒരു പ്രതിവിധി ഈശ്വരബുദ്ധി അഭ്യസിച്ചുകൊണ്ട് വസ്തുബോധം നേടുക എന്നുള്ളത് മാത്രമാണ്. ഇന്നത്തെ ഈ സമൂഹത്തിലെ ഇത്തരം തമോ ഗുണപ്രധാനമായ ബുദ്ധിഭ്രമവും അതിൻ്റെ അനന്തരഫലങ്ങളുമെല്ലാം കണ്ടുകൊണ്ടാവണം ഭഗവാൻ ശ്രീകൃഷ്ണൻ പ്രമാദം എന്ന ഒറ്റ വാക്കുകൊണ്ട് മുന്നറിയിപ്പ് നൽകുന്നത്. അതവഗണിക്കുന്ന അവസ്ഥയുടെ അനന്തരഫലമാണ് നമുക്ക് ചുറ്റും കാണുന്നത്. സത്വം സുഖേ സഞ്ജയതി രജ കർമ്മണി ഭാരത ജ്ഞാനമാവൃത്യതു തമ പ്രമാദേ സഞ്ജയത്യുത. ഭാരത, ഭരതവംശത്തിൽ ജനിച്ച അല്ലയോ അർജുന, സത്വം സത്വഗുണം സുഖേ ആത്മസുഖാനുഭവത്തിൽ മനസ്സിനെ സഞ്ജയതി ബന്ധിപ്പിക്കുന്നു. രജ രജോ ഗുണം കർമ്മണി സഞ്ജയതി നിരന്തരമായ കർമാനുഷ്ഠാനം കൊണ്ട് മനസ്സിനെ ബന്ധിക്കുന്നു. തമ തു തമോ ഗുണമാകട്ടെ ജ്ഞാനം ആവൃത്യ വസ്തുബോധത്തെ കൂടുതൽ കൂടുതൽ മറച്ച് പ്രമാദേ ഉദ മനസ്സിനെ നിരന്തരമായ ജഡത്വത്തിലേക്കുള്ള പതനത്തിലും സഞ്ജയതി ബന്ധിപ്പിക്കുന്നു. അല്ലയോ അർജുന, സത്വഗുണം ആത്മസുഖാനുഭവത്തിൽ മനസ്സിനെ ബന്ധിപ്പിക്കുന്നു. രജോ ഗുണം നിരന്തരമായ കർമാനുഷ്ഠാനത്തിൽ മനസ്സിനെ ബന്ധിപ്പിക്കുന്നു. തമോ ഗുണമോ വസ്തുതാബോധത്തെ കൂടുതൽ മറച്ചുകൊണ്ട് മനസ്സിനെ ബന്ധിപ്പിക്കുന്നു. വസ്തുതാബോധത്തെ കൂടുതൽ കൂടുതൽ മറച്ചുകൊണ്ട് മനസ്സിനെ നിരന്തരമായ ജഡത്വത്തിലേക്കുള്ള പതനത്തിലും ബന്ധിപ്പിക്കുന്നു. സത്വഗുണം സുഖത്തിലും രജോ ഗുണം കർമ്മത്തിലും ആത്മാവിനെ ബന്ധിപ്പിക്കുന്നു. എന്നാൽ തമോ ഗുണം ജ്ഞാനത്തെ മറച്ചുകൊണ്ട് പ്രമാദം മുതലായവയിൽ ആണ് ആത്മാവിനെ കെട്ടിയിടുന്നത്. മനുഷ്യ മനസ്സിനെ സുഖം, കർമ്മം, പ്രമാദം ഈ 3 എണ്ണത്തിൽ ഗുണങ്ങൾ ബന്ധിപ്പിക്കുന്നു. പ്രകാശം, പ്രവർത്തി, മോഹം എന്നിവയാണ് ഈ ഗുണങ്ങളുടെ സ്വരൂപമായി പറയപ്പെടുന്നത്. ഇത്രയും വ്യക്തമായി ധരിച്ചു കഴിഞ്ഞാൽ ഒരാൾക്ക് അവനവൻ്റെ മനസ്സിൻ്റെ അഥവാ അന്ധക്കരണത്തിൻ്റെ താൽക്കാലിക ഗുണഘടനയും മറ്റുള്ളവരുടെ അന്ധക്കരണത്തിൻ്റെ ഗുണഘടനയും വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയും. ഒരു സത്യാന്വേഷിക്ക് മുന്നോട്ടു പോകാൻ തൻ്റെ അന്ധക്കരണത്തിൽ ക്രമേണ മാറ്റം വരുത്തേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലാവുകയും അപ്രകാരം മാറ്റങ്ങൾ വരുത്തി മുന്നോട്ട് പോകുവാനും കഴിയും.
ഒരു നിമിഷം പോലും സ്വസ്ഥനായി ഇരിക്കാൻ തോന്നാതെ കർമ്മം ചെയ്യണം എന്നുള്ള വ്യാകുലതയാണ് രജോ ഗുണത്തിൻ്റെ ലക്ഷണം. വേണ്ടത് വേണ്ടപ്പോൾ ചെയ്യാതെയും വേണ്ടാത്തിടത്ത് വേണ്ടാത്തത് ചെയ്തും മനസ്സിൻ്റെ ഇരുട്ടിലേക്കുള്ള പതനം വേഗത്തിലാക്കുന്നതാണ് പ്രമാദം. ആലസ്യം, നിദ്ര ഇവയൊക്കെ ഈ പതനത്തിൻ്റെ വകഭേദങ്ങൾ തന്നെയാണ്, അഥവാ ലക്ഷണങ്ങളാണ്. ഗുണഘടനയ്ക്കുതകുന്ന രീതിയിൽ ഈശ്വരധ്യാനം അഭ്യസിച്ചുകൊണ്ട് ക്രമേണ ഉയർന്ന ഗുണമണ്ഡലങ്ങളിലേക്ക് മനസ്സിനെ എത്തിക്കണം. പതനം എളുപ്പമാണ്, എന്നാൽ ശ്രദ്ധയോടുകൂടി സ്വയം പരിശ്രമിച്ചു എങ്കിൽ മാത്രമേ ഉയരത്തിലെത്താൻ കഴിയൂ. ഒരേ ജന്മം കൊണ്ട് തന്നെ ശൂദ്രന് ബ്രാഹ്മണനായി ഉയരാം, അതുപോലെ ബ്രാഹ്മണന് ശൂദ്രനായി പതിക്കുകയുമാവാം. മഹർഷീശ്വരന്മാരുടെ ജീവിതം തന്നെ അതിന് തെളിവാണ്. വാൽമീകിയുടെ ജനനം വാൽമീകിയായിട്ട് ആയിരുന്നില്ലല്ലോ, കേവലം ഒരു ക്ഷത്രിയ രാജാവായിരുന്നുവല്ലോ വിശ്വാമിത്ര മഹർഷി. രജസ്തമശ്ചാഭിഭൂയ സത്വം ഭവതി ഭാരത, രജസത്വം തമശ്ചൈവ തമസത്വം രജസ്തഥാ. ഭാരത, ഭരതവംശത്തിൽ ജനിച്ച അല്ലയോ അർജുന, സത്വം സത്വഗുണം, രജ തമ ച രജോ ഗുണത്തെയും തമോ ഗുണത്തെയും അഭിഭൂയ കീഴ്പ്പെടുത്തിയിട്ടാണ് ഭവതി പ്രാധാന്യം കൈക്കൊള്ളുന്നത്. രജ രജോ ഗുണം, സത്വം തമ ച ഏവ സത്വഗുണത്തെയും തമോ ഗുണത്തെയും കീഴ്പ്പെടുത്തിയിട്ടു തന്നെ പ്രാധാന്യം കൈക്കൊള്ളുന്നു. തഥാ അതുപോലെ തമ തമോ ഗുണം, സത്വം രജ സത്വഗുണത്തെയും രജോ ഗുണത്തെയും കീഴ്പ്പെടുത്തിയിട്ട് പ്രധാനമായി മാറുന്നു. അല്ലയോ അർജുന, സത്വഗുണം രജോ ഗുണത്തെയും തമോ ഗുണത്തെയും കീഴ്പ്പെടുത്തിയിട്ടാണ് പ്രാധാന്യം കൈക്കൊള്ളുന്നത്. രജോ ഗുണം സത്വഗുണത്തെയും തമോ ഗുണത്തെയും കീഴ്പ്പെടുത്തിയിട്ട് തന്നെ പ്രാധാന്യം കൈക്കൊള്ളുന്നു. അതുപോലെ തമോ ഗുണം സത്വഗുണത്തെയും രജോ ഗുണത്തെയും കീഴ്പ്പെടുത്തിയിട്ട് പ്രധാനമായി ഭവിക്കുന്നു. മായയിൽ 3 ഗുണങ്ങളുണ്ട്. പലതുണ്ട് എന്ന് തോന്നിപ്പിച്ചുകൊണ്ട് അവിദ്യ കുറച്ചെങ്കിലും അവശേഷിക്കുന്നുണ്ട് എങ്കിൽ ഈ 3 ഗുണങ്ങളും അതിൽ തങ്ങി നിൽക്കുന്നു എന്ന കാര്യം തീർച്ചയാണ്. ഏതെങ്കിലും ഒരു ഗുണത്തിന് പ്രാധാന്യം ലഭിക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം തൽക്കാലത്തേക്ക് മറ്റ് 2 ഗുണങ്ങളെയും കീഴ്പ്പെടുത്തിക്കൊണ്ട് ഒരു ഗുണം പ്രധാന ഭാഗത്തെ കൈക്കൊള്ളുന്നു എന്ന് മാത്രമേ മനസ്സിലാക്കേണ്ടതുള്ളൂ. അങ്ങനെ കീഴ്പ്പെടുത്തുവാൻ കഴിയുന്നതിന് കാരണം സാഹചര്യമാണ്. അന്ധഃകരണത്തെ സംബന്ധിച്ചിടത്തോളം അഥവാ മനസ്സിനെ സംബന്ധിച്ചിടത്തോളം അവനവൻ ഈ സാഹചര്യത്തിൻ്റെ ആനുകൂല്യം സ്വയം ഉണ്ടാക്കുന്നതാണ്. പുറമേയുള്ള അവസ്ഥ എന്തു തന്നെയാണെങ്കിലും മനസ്സിന് ഉറപ്പുണ്ട് എങ്കിൽ ഉയർന്ന തലത്തിലുള്ള ഗുണഘടന സത്യത്തിന് നേരെ നീങ്ങിക്കൊണ്ടിരിക്കും. വിശ്വാമിത്രൻ്റെയും വാൽമീകിയുടെയും മറ്റും ചരിത്രങ്ങൾ ഇതിന് തെളിവുമാണ്. ഭാരതീയ ദർശനങ്ങളെ പൂർണ്ണമായിട്ടും അവഹേളിക്കുകയും തള്ളിക്കളയുകയും ചെയ്തിട്ട് അവസാനം അതിൽ തന്നെ അഭയം പ്രാപിച്ചുകൊണ്ട് ഏറ്റവും വലിയ ദർശനവക്താക്കളായി മാറുന്നത് ഇതിന് ഉദാഹരണമാണ്. അത്തരം ആളുകൾ നിരവധി നമുക്ക് ചുറ്റിലുമുണ്ടല്ലോ. അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞു തന്നിട്ടുള്ള ഈ കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് ആദിപരാശക്തിയായ മഹാദേവിയുടെ അനുഗ്രഹത്തോടുകൂടി അവിടുത്തെ തൃപ്പാദ പത്മങ്ങളിൽ അഭയം പ്രാപിക്കുന്നവർക്ക് മുൻപറഞ്ഞ തമോ ഗുണത്തിൻ്റെ അനന്തരഫലങ്ങളൊന്നും തന്നെ അനുഭവിക്കേണ്ടതായി വരികയില്ല. അതുകൊണ്ട് വാഗ്ദേവതകൾ തമോപഹ എന്ന നാമമന്ത്രം നമുക്ക് നൽകിക്കൊണ്ട് സ്തുതിക്കുന്നതിലൂടെ ഭക്തരെ അമ്മയിലേക്ക് എത്തിച്ചുകൊണ്ട് പ്രകാശത്തിൻ്റെ അഥവാ പരമമായ ആനന്ദത്തിൻ്റെ ഔന്നത്യത്തിലേക്ക് ഓരോ വ്യക്തിയെയും നയിക്കുകയാണ് ചെയ്യുന്നത്. തമോ ഗുണത്തെ നശിപ്പിക്കുന്നവൾ, സ്വന്തം ഭക്തരെ പ്രമാദം, ആലസ്യം, നിദ്ര തുടങ്ങിയ തമോ ഗുണവൃത്തികളിൽ നിന്നും മോചിപ്പിക്കുന്നവൾ എന്നിങ്ങനെയൊക്കെയാണ് ഈ നാമമന്ത്രത്തിൻ്റെ അർത്ഥം. തമസിന് ഇരുട്ട് എന്നും അർത്ഥമുണ്ട്. പ്രകാശം ഇരുട്ടിനെ ഇല്ലാതെയാക്കുന്നു. അതുകൊണ്ട് തേജോരൂപിണിയായവൾ എന്നും ഈ നാമത്തിന്
അർത്ഥം വരുന്നു. ഓം തമോപഹായൈ നമഃ. ഓം ഓം ഹ്രീം തമോപഹായൈ നമഃ. വിദ്യ ആവശ്യമുള്ളവർക്ക് വിദ്യയുടെ പ്രകാശം നൽകി അനുഗ്രഹം നൽകി അമ്മ അടുത്തുണ്ടാകും. ധനം ആഗ്രഹിക്കുന്നവർക്ക് ധനം നൽകി അമ്മ ദാരിദ്ര്യമില്ലാതാക്കി അവരുടെ ജീവിതം പ്രകാശപൂരിതമാക്കും. ഒരു നല്ല ജീവിത പങ്കാളിയെ ലഭിക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നവർക്ക് അമ്മ ഒരു നല്ല വ്യക്തിയെ നൽകി അനുഗ്രഹിച്ചുകൊണ്ട് അവരുടെ ജീവിതം സുരക്ഷിതമാക്കും. ഇനി അമ്മയെ തന്നെ കാണണം, അമ്മയെ തന്നെ വേണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് അപ്രകാരം അമ്മ ദർശനം നൽകുകയും എപ്പോഴും അടുത്തുണ്ടാവുകയും ചെയ്യും. കൂടാതെ ശരീരത്തിൻ്റെ കാലാവധി കഴിയുന്നതോടെ അമ്മയിൽ തന്നെ ലയിച്ചു ചേരുകയും ചെയ്യുന്നു. അങ്ങനെ മോക്ഷപ്രാപ്തി നൽകി അമ്മ അനുഗ്രഹിക്കുന്നു. അമ്മയുടെ സാന്നിധ്യവും ദർശനവും സ്പർശനവും ഒരിക്കലെങ്കിലും നേടിയിട്ടുണ്ടെങ്കിൽ പിന്നെ മറ്റൊന്നും അമ്മയോട് ആവശ്യപ്പെടുകയേയില്ല. ആദിപരാശക്തിയായ മഹാദേവി എപ്പോഴും എല്ലാവരുടെയും അടുത്ത് തന്നെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മയുടെ തൃപ്പാദ പത്മങ്ങളിൽ സമസ്തവും സമർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.